ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FAJP ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് അലമിന് വന്നിരുന്നു. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ട്രയലിലും ഫസ്റ്റിലും ലഭിച്ചിട്ടില്ല. സെക്കൻഡ് അലമിൽ ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ ഒരു നിലവിൽ പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് ലഭിക്കുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അതിന് സൈറ്റിൽ ഇപ്പം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 29-ാം തീയതിയാണ്. നമ്മുടെ ടൈം പറഞ്ഞിട്ടില്ല, അപ്പോൾ 29-ാം തീയതി എപ്പോഴാണ് വരാൻ സാധ്യതയുണ്ട്. നമ്മളെ ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ ലഭിച്ച വിദ്യാർത്ഥികൾ എന്തായാലും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വീണ്ടും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വെച്ചുകൊണ്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച കോളേജ് തൃപ്തികരമാണെങ്കിൽ ഹയർ ഓപ്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. പുതിയ കോളേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ വെച്ചിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ജൂലൈ 3-ാം തീയതി എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ വട്ടം മാത്രമാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ നോക്കി എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് എടുത്ത് വയ്ക്കുക, എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ് സാധിക്കില്ല. പിന്നെ PW കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് 29-ാം തീയതി വരുന്നതായിരിക്കും, ജൂൺ. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോളേജ് ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാവും. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വരും, സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വരും കോളേജ് വൈസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. പിന്നെ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടോ ഈ കമൻറ്റ് സെക്ഷൻ വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.